വെൽക്കം ടു ഓൾ. നമ്മളിന്നോട് ഡിസ്കസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എൻവിറോൺമെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു കോണ്ടെക്സ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അസൈൻമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ കണ്ടീഷനാണ് ഇൻ വിച്ച് ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് കമ്പനീസ് ഓപ്പറേറ്റ്. കമ്പനീസും ഇൻവെസ്റ്റേഴ്സും ഫണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അസൈൻമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതിലെ പ്രധാന രണ്ട് പാർട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രീസും ഇൻവെസ്റ്റേഴ്സും ആണ്. ഇവിടെ എന്താണ്, ഈ ഇൻഡസ്ട്രീസും ഇൻവെസ്റ്റേഴ്സും കൂടാതെ ഇതിനകത്ത് കൺസിസ്റ്റ് ചെയ്യുന്നതാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 3 എലമെൻറ്റ്സ് ആണുള്ളത്. നമ്മുടെ ഫേംസ് which need fund and investors who want to invest their money and the instrument through which they are investing their savings. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫിനാൻഷ്യൽ അസൈൻമെൻ്റ് ആണ് ഇൻ വിച്ച് ദ ഇൻവെസ്റ്റേഴ്സ് ഓപ്പറേറ്റ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആൻഡ് ഹൗ ആൻഡ് വേർ ദീസ് സെക്യൂരിറ്റീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻവിറോൺമെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എൻവിറോൺമെൻറ്റിൻ്റെ ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ആണ്. സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. നമ്മുടെ ഓണർഷിപ്പ് ഇൻട്രസ്റ്റ് എവിഡൻസ് ചെയ്യുന്ന ഒരു ലീഗൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്ത്, സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ലീഗൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റൈറ്റ്. അതായത് ഇൻവെസ്റ്ററുടെ റൈറ്റ് ആണ്, റൈറ്റ് ടു റിസീവ് പ്രോസ്പെക്റ്റീവ് ഫ്യൂച്ചർ ബെനിഫിറ്റ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫ്യൂച്ചർ ബെനിഫിറ്റ് നമുക്ക് ഉണ്ട്, ആ ഫ്യൂച്ചർ ബെനിഫിറ്റ് റിസീവ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും നമുക്ക് ഉണ്ട് എന്ന് ഇൻറ്റിമേറ്റ് ചെയ്യുന്ന ലീഗൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ എവിഡൻസ് ചെയ്യുന്ന ലീഗൽ ഡോക്യുമെൻ്റ് ആണെന്ത്, സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. സോ സെക്യൂരിറ്റി ഈസ് ആൻ ലീഗൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റൈറ്റ് ടു റിസീവ് പ്രോസ്പെക്റ്റീവ് ഫ്യൂച്ചർ ബെനിഫിറ്റ്. വെറുതെ നമുക്ക് തോന്നണ പോലെ ബെനിഫിറ്റ് റിസീവ് ചെയ്യല്ല, അണ്ടർ ദ സ്റ്റേറ്റഡ് കണ്ടീഷൻസ്. അതായത് കമ്പനി പറയുന്ന കണ്ടീഷൻസിൽ നമുക്ക് ഫ്യൂച്ചർ ബെനിഫിറ്റ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് എവിഡൻസ് ചെയ്യുന്ന ഒരു ലീഗൽ റെപ്രസെൻറ്റേഷനാണ് എന്ത്, സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ അത് നമുക്ക് സെക്യൂരിറ്റീസിനുള്ള കുറേ എക്സാമ്പിൾസ് ആണ് ഷെയർ, ബോണ്ട്, ഡിബഞ്ചേഴ്സ്, ട്രഷറി ബിൽ എന്നൊക്കെ പറയുന്നത് സെക്യൂരിറ്റീസ് ആണ്. സോ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എ ലീഗൽ ഡോക്യുമെൻറ്റ് ദാറ്റ് റെപ്രസെൻറ്റ് അവർ റൈറ്റ് ടു റിസീവ് പ്രോസ്പെക്റ്റീവ് ഫ്യൂച്ചർ ബെനിഫിറ്റ്. ആ ഫ്യൂച്ചർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മേ ബി ഇൻ ടേംസ് ഓഫ് ഡിവിഡൻഡ്, മേ ബി ഇൻ ടേംസ് ഓഫ് ഇൻട്രസ്റ്റ്, ഓർ മേ ബി ക്യാപിറ്റൽ അപ്രീസിയേഷൻ, എനിത്തിങ്. അത് റിസീവ് ചെയ്യാൻ നമുക്ക് റൈറ്റ് ഉണ്ട് എന്ന് ലീഗലി എവിഡൻസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് എന്ത്, സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഈ സെക്യൂരിറ്റീസിലൂടെയാണ് കമ്പനീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് കോമൺ മാനിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് ചാനലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എലമെൻ്റ് ആണ് സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റീസ്, അതായത് ഫിനാൻഷ്യൽ അസറ്റിൻ്റെ എക്സ്ചേഞ്ച് പോസിബിൾ ആക്കുന്ന ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് പ്ലേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതൊരു പ്ലേസ് അല്ല, ആക്ച്വലി ഇറ്റ് ഈസ് ആൻ മെക്കാനിസം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻ്റ് ആണ് വിച്ച് ഫെസിലിറ്റേറ്റ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഓഫ് ഫണ്ട് ത്രൂ ഫിനാൻഷ്യൽ അസറ്റ്. നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് യൂസ് ചെയ്ത് ഫണ്ടിൻ്റെ എക്സ്ചേഞ്ച് പോസിബിൾ ആക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻ്റ് ആണെന്ത്, സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഫണ്ടിൻ്റെ സപ്ലയേഴ്സിനെയും അതുപോലെ ഡിമാൻഡേഴ്സിനെയും ടുഗദർ കൊണ്ടുവന്നിട്ട് ഒരു ചാനലൈസേഷൻ പോസിബിൾ ആക്കുന്നത്. ശരിക്കും ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ കുറച്ച് ടൈപ്സ് നമുക്ക് വെറുതെ ഇൻറ്റിമേറ്റ് ചെയ്യാനുള്ള നമ്മുടെ സെക്യൂരിറ്റീസിൻ്റെ മെച്യൂരിറ്റിയുടെ ബേസിൽ നമ്മൾ അതിനെ മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഫണ്ടിൻ്റെ ഫ്ലോ പോസിബിൾ ആക്കുന്ന മാർക്കറ്റാണ് എന്ത്, മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് വിച്ച് ഫെസിലിറ്റേറ്റ് ലെൻഡിങ്
ആൻഡ് ബോറോയിങ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്. ഷോർട്ട് ടേം ഫണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെസ് ദാൻ 1 ഇയർ, ഒരു വർഷത്തിനും കുറവ് മെച്യൂരിറ്റി പീരീഡ് ഉള്ള അസറ്റുകളുമായിട്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റീസുമായിട്ട് ഡീൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആണ് എന്ത്, മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ് ട്രേഡ് ചെയ്യുക. കാരണം എന്താണ്, ലെസ് ദാൻ 1 ഇയർ ആണ് മെച്യൂരിറ്റി. അതിന് എക്സാമ്പിൾ ആണ് ട്രഷറി ബില്ല്, കമേഴ്ഷ്യൽ പേപ്പർ, പിന്നെ എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അത് ബാങ്കുകൾ യൂസ് ചെയ്യണതാണ്, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. അതിന് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 1 ദിവസം മുതൽ 7 ദിവസം വരെയാണ്. എന്ന് വെച്ചാൽ ഇന്ന് മേടിച്ചാൽ ഇന്ന് വൈകുന്നേരം അത് സെറ്റിൽ ചെയ്യണം. അപ്പോൾ ഹൈലി ലിക്വിഡ് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് എന്ത്, മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, ലെസ് ദാൻ 1 ഇയർ മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഇൻസ്ട്രുമെൻസുമായിട്ട് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് എന്ത്, മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതും ഈ പറഞ്ഞ പോലെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ലോങ് ടേം സെക്യൂരിറ്റീസിൻ്റെ ട്രേഡ് പോസിബിൾ ആക്കുന്ന മാർക്കറ്റാണ് എന്ത്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എപ്പോഴും മെച്യൂരിറ്റി പീരീഡ് മോർ ദാൻ 1 ഇയർ ഉള്ള സെക്യൂരിറ്റീസ് ആണ് ട്രേഡ് ചെയ്യുക. സോ ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ് വിച്ച് ഫെസിലിറ്റേറ്റ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഓഫ് ലോങ് ടേം ഫണ്ട് ദാറ്റ് ഹാവിംഗ് മെച്യൂരിറ്റി പീരീഡ് ഓഫ് 1 ഇയർ, മോർ ദാൻ 1 ഇയർ. അതും വേണം ഈ 3 ഇയേഴ്സ് ആയിരിക്കാം, 5 ഇയേഴ്സ് ആയിരിക്കാം, 10 ഇയേഴ്സ് ആയിരിക്കാം, 15 ഇയേഴ്സ് വരെയുള്ള അല്ലെങ്കിൽ 20 ഇയേഴ്സ് വരെയുള്ള ബോണ്ടുകൾ വരെ അവിടെ ഇഷ്യൂ ചെയ്യും. അവിടെ വരുന്ന ഇൻസ്ട്രുമെന്റ് ഡിബഞ്ചേഴ്സ്, ഷെയർസ്, ബോണ്ട് പോലെയുള്ള ലോങ് മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഇൻസ്ട്രുമെന്റ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് ഇഷ്യൂ, അതിൻ്റെ ബേസിലാണ് അല്ലെങ്കിൽ എക്കണോമിക് കണ്ടീഷൻ്റെ ബേസിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് എന്ത്, ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഇൻഡസ്ട്രിയിലേക്ക് ഫണ്ട് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റാണ് എന്ത്, പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് എന്താണ് ഇൻകർ ചെയ്യുന്ന മാർക്കറ്റാണ് എന്ത്, പ്രൈമറി മാർക്കറ്റ്. അതായത് നമ്മൾ ഷെയർസ് ആയാലും ഡിബഞ്ചേഴ്സ് ആയാലും ഫസ്റ്റ് കമ്പനി ഇൻവെസ്റ്റർക്ക് ഓഫർ ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നൊക്കെ, അതിനെയാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇഷ്യൂവിന് ശേഷം ഷെയർസ് ട്രേഡ് ചെയ്യുന്ന പ്ലേസ് ആണ് എന്ത്, സെക്യൂരിറ്റി മാർക്കറ്റ്. കണ്ടിന്യൂസ് ആയിട്ട് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് നടക്കുന്ന മാർക്കറ്റാണ് എന്ത്, സെക്കൻഡറി മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് ആണ് ശരിക്കും സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ്ലി അത് ശരിക്കും ഒരു ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് അല്ല, ഒരു ഇൻവെസ്റ്ററിൽ നിന്ന് വേറൊരു ഇൻവെസ്റ്ററിലേക്ക് ഫണ്ട് പോകുന്നു, അസറ്റ് പോകുന്നു, അങ്ങനെ ഒരു അസറ്റ് ആൻഡ് ഫണ്ടിൻ്റെ എക്സ്ചേഞ്ച് മാത്രമാണ് സെക്യൂരിറ്റി അല്ലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. പക്ഷെ പ്രൈമറി മാർക്കറ്റിൽ എന്താണ്, ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാണ്, ഇൻഡസ്ട്രിക്ക് ഫണ്ട് പോവാണ്. ദാറ്റ്സ് നെക്സ്റ്റ് വരുന്ന എലമെൻ്റ് ആണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. ഇതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവിറോൺമെൻറ്റിലെ പ്രധാന റോള് വഹിക്കുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഇൻ്റർമീഡിയറീസ് ഉള്ളത് കൊണ്ടാണ് പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ കോമൺ മാൻ്റെ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നതും ഇൻഡസ്ട്രി ഡെവലപ്പ് ആകുന്നതും. അത് ഇൻ്റർമീഡിയറീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ബാങ്ക്, മ്യൂച്വൽ ഫണ്ട്, LIC അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളെയാണ് നമ്മൾ എന്തുകൊണ്ട് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. എങ്ങനെ അവർ ഇൻ്റർമീഡിയറി ആവുന്നത്, പല കേസുകളിൽ നമ്മൾ നേരിട്ട് കൊണ്ട് ഷെയർ ഒന്നും മേടിക്കില്ല. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാവും, ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും. പക്ഷേ ബാങ്ക് എന്ത് ചെയ്യും, അത് വേറെ വല്ല എൻ്റർപ്രണർക്കോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്കോ ലോൺ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. അൾട്ടിമേറ്റ്ലി എന്താവുന്നത്, നമ്മുടെ സേവിങ് ആണ് ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലും ബിസിനസ്സിൻ്റെ ഇടയിലും ഒരു ബ്രിഡ്ജായിട്ട് നിന്നിട്ടാണ് എന്താവുന്നത്, ബാങ്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആയിട്ട് മാറുന്നത്. ആക്ച്വലി ഇൻ്റർമീഡിയറീസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ദേ ആർ ചാനൽ ദ സേവിങ്സ് ഓഫ് ഗവൺമെൻറ്, ബിസിനസ് ആൻഡ് ഇൻഡിവിജ്വൽ ഇൻ ടു ലോൺ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഗവൺമെൻറ്റിൻ്റെയോ ഇൻഡിവിജ്വലിൻ്റെയോ ഒക്കെ സേവിങ്സിനെ വീണ്ടും ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നവരാണ് ആര്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ഒരു സേവേഴ്സിൻ്റെ കയ്യിൽ നിന്നും
ബോറോവേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യലാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ 3 എലമെൻറ്റ്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവിറോൺമെൻറ്റിന് 3 എലമെൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ സെക്യൂരിറ്റീസ്, സെക്കൻഡ് വൺ സെക്യൂരിറ്റി മാർക്കറ്റ്, തേർഡ് വൺ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. താങ്ക് യു.